ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മലയാളം തുടങ്ങി വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. 121 TV ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. വിഷൻ 20+ ഒരുക്കുന്ന വേദ പഠനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഉപദേശത്തിൻ്റെ പ്രാധാന്യതയും ഇക്കാലഘട്ടത്തിൽ ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയെ ശക്തമായി വേരുറപ്പിക്കുന്ന 3 വിധ ദുരുപദേശങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം കേട്ടത്. മറ്റൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം എന്നിങ്ങനെ സഭയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം നൽകുന്ന പഠനം തുടരുകയാണ്. പലപ്പോഴും പഥ്യോപദേശങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് വിപരീത ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് പ്രവേശിക്കുവാൻ കാരണമായി തീരുന്നത്. ദൈവം മനുഷ്യന് നൽകിയ കൃപയുടെ സുവിശേഷം എന്തെന്ന് ശരിയാം വണ്ണം ഉൾക്കൊള്ളാനാകാതെ പോകുന്നതുകൊണ്ട് അതേ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെയെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് അനേകരും. കൃപ എന്തെന്നോ കൃപയുടെ സുവിശേഷം എന്തെന്നോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ മറ്റൊരു സുവിശേഷത്തിൻ്റെ അപകടവും തിരിച്ചറിയാനാകാതെ പോകുന്നു. ഇതുമൂലം ആധുനിക സഭയിൽ ജീർണതകളും മൂല്യച്യുതികളും ഏറുകയാണ്. എന്താണ് കൃപയുടെ സുവിശേഷം? അതേപ്പറ്റിയാണ് ഇന്നത്തെ ആധികാരികമായ പഠനം. തിരുവല്ല മാർത്തോമ കോളേജ് മുൻ അധ്യാപകനും ICPF സ്ഥാപകനുമായ പ്രൊഫസർ മാത്യു പി തോമസ് ഈ ക്ലാസ് നയിക്കും. വിഷൻ 20+ൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേദപഠന ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കൃപയുടെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം, നിത്യസുവിശേഷം, മറ്റൊരു സുവിശേഷം, ഇങ്ങനെ 4 തരത്തിലുള്ളതായ സുവിശേഷത്തെക്കുറിച്ച് ക്രിസ്തുവും അപ്പോസ്തലന്മാരും നമുക്ക് വിവരിച്ച് പ്രസ്താവിച്ച് തരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിൽ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൃപയുടെ സുവിശേഷത്തെക്കുറിച്ചാണ്. ആദ്യം കൃപയുടെ സുവിശേഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃപ എന്നാൽ എന്താണ്? സങ്കീർത്തനം 85-ൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഒരിക്കലും ചേരുന്നവയല്ല. കൃപയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദയയും വിശ്വസ്തതയും നീതിയും സമാധാനവും കൂടെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് തരുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ദയ ഉള്ളിടത്ത് വിശ്വസ്തത കാണിക്കാനായിട്ട് കഴിയുകയില്ല. നീതി നടത്തേണ്ടിടത്ത് സമാധാനം കൊടുക്കാൻ കഴിയുകയില്ല. ഈ 4 കാര്യങ്ങൾ കോടതി ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒരു കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കുമ്പോൾ വിശ്വസ്തനായ ഒരു ജഡ്ജിയാണെങ്കിൽ ആ കുറ്റം തെളിയിക്കുന്ന ആ പ്രതിക്ക് ഒരിക്കലും ദയ കാണിക്കാനായിട്ട് കഴിയുകയില്ല. താൻ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിസ്തരിക്കുന്നുവോ ആ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടാൽ ആ പ്രതിക്ക് യാതൊരു ദയയും നൽകുവാൻ കഴിയുകയില്ല. അതുപോലെ താൻ നീതിയുള്ളൊരു ന്യായാധിപതിയാണെങ്കിൽ ആ പ്രതിക്ക് കൊടുക്കുന്ന ശിക്ഷ കൊണ്ട് ആ പ്രതിക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് 4 കൂടെ ഒന്നിച്ചു ചേരുന്ന കാര്യം പ്രവചനമായി സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്? ഈ 4 ഒന്നിച്ച് ചേരുമ്പോഴാണ് കൃപയുണ്ടാകുന്നെന്നുള്ള കാര്യം ഓർക്കണം. യോജിക്കാത്ത 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് മനുഷ്യർക്ക് നൽകിയ ആ വലിയ കൃപ ചെയ്ത ഏക വ്യക്തി ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് 4നെയും ഒന്നിപ്പിച്ചത് ക്രൂശ് മരണത്തിലാണ്. നമുക്കറിയാം, യോജിക്കാത്ത വസ്തുക്കളെ തമ്മിൽ യോജിപ്പിക്കുവാൻ ഒന്നിൽ നാം
അതിനെ ഒരുമിച്ച് പൊടിച്ച് അരച്ച് വെണ്ണയുടെ രൂപത്തിലാക്കിയെങ്കിൽ മാത്രമേ ഈ 4നെ ഒന്നിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ കോടതി ഭാഷയിൽ ഒരു പ്രതി വന്നു നിൽക്കുമ്പോൾ വിശ്വസ്തനായ നീതിമാനായ ജഡ്ജിക്ക് ഒരിക്കലും ആ പ്രതിയോട് ദയയും സമാധാനവും കാണിക്കാൻ കഴിയുകയില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. ഒരു ചെറിയ കഥയിൽ കൂടെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു പിതാവിനും മാതാവിനും ജ്യേഷ്ഠാനുജന്മാരായിട്ട് 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ ശാന്തനും സൗമ്യനും വളരെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവനും അനുസരണമുള്ളവനായിരുന്നു. രണ്ടാമനോ നേരെ തിരിച്ചുള്ള സ്വഭാവമുള്ളവനായിരുന്നു. 2 പേരും കൂടെ സ്കൂളിൽ പോകുമ്പോൾ അനുജൻ വളരെ വികൃതിയുള്ളവനും കുസൃതിയുമായി വന്ന് അനേകരെ ഉപദ്രവിക്കുകയും സ്കൂളിൽ അധ്യാപകർക്കും ഹെഡ്മാസ്റ്റർക്കും അവനെ വഹിച്ചുകൂടാഞ്ഞിട്ട് ജ്യേഷ്ഠനോട് വിളിച്ചു പറയും, നീ വീട്ടിൽ ചെന്ന് മാതാപിതാക്കന്മാരോട് ഇവൻ്റെ കാര്യം പറയണം, ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല. എത്ര ജ്യേഷ്ഠൻ പറഞ്ഞാലും ഉപദേശിച്ചാലും അനുജൻ കേൾക്കയില്ല. വീട്ടിൽ ചെന്ന് പറയുമോ എന്ന് ചോദിച്ച് സ്കൂൾ വിട്ട് പിരിയുമ്പോൾ ജ്യേഷ്ഠൻ്റെ പുറത്ത് ധാരാളം ഇടി അനുജൻ കൊടുക്കുമായിരുന്നു. നീ പറഞ്ഞു പോയാൽ നിന്നെ ഇടിക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ കുസൃതിയായി ജീവിച്ച് ഗുണ്ടയായി മാറിയ ആ വ്യക്തി ഒരു ക്രിമിനലായി അവസാനം തീർന്നു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ക്രിമിനലായ അനുജനെ വിസ്തരിക്കേണ്ടതായ ഗതികേട് പഠിച്ച് മിടുക്കനായി വന്ന ജ്യേഷ്ഠ സഹോദരനായ നീതിമാനായ ജഡ്ജിയുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ കോർട്ടിൽ പ്രതിയായ അനുജനെ നിർത്തി വിസ്തരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നാട്ടുകാരും അടുത്തുള്ള ബന്ധുക്കളും എല്ലാം പറഞ്ഞു, ജ്യേഷ്ഠനാണ് അവൻ ജഡ്ജി, അതുകൊണ്ട് തീർച്ചയായും അനുജനോട് ദയ കാണിക്കും, ജ്യേഷ്ഠനായ തീർച്ചയായും ഈ പ്രതിയെ വെറുതെ വിടുമെന്ന് വേറൊരു കൂട്ടരും. അങ്ങനെ വിവിധ അഭിപ്രായങ്ങളോടുകൂടി ആ ജ്യേഷ്ഠൻ്റെ കോടതിയിൽ വിസ്തരിക്കുന്ന അനുജനെ കാണുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അനേകായിരങ്ങൾ തടിച്ചുകൂടി. ഞാൻ ചുരുക്കി പറയട്ടെ, വിസ്താരത്തിൻ്റെ എല്ലാ അവസാനത്തിൽ ജഡ്ജി തൻ്റെ ജഡ്ജിമെൻ്റ് പ്രസ്താവിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇങ്ങനെ പ്രസ്താവിച്ചു, പ്രതി കുറ്റക്കാരനെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം അവനെ മരിക്കുന്നിടം വരെ തൂക്കിലിടാൻ വിധിക്കുന്നു. കുറേ കൂട്ടർ ജഡ്ജിയെ വളരെ ദുഷ്ടനായ ഒരു ജഡ്ജി, അനുജനോട് സ്നേഹമില്ലാത്ത ജഡ്ജി എന്ന് പറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്തി. വേറെ ചിലർ നീതിമാനായ ജഡ്ജി, വിശ്വസ്തനായ ജഡ്ജി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ജനുവരി 26 സ്വന്തം അനുജനെ കൊലയ്ക്ക് വിധിക്കാനുള്ള തീയതി നിശ്ചയിച്ച് അവനെ തടവിലാക്കി. ജനുവരി 25 രാത്രി ജ്യേഷ്ഠൻ വളരെയധികം ദുഃഖിതനായി. സ്വന്തം അനുജനുമായി ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന സ്വന്തം അനുജനെ തൂക്കിക്കയറ്റുവാനുള്ളതായ വിധി ഞാൻ പ്രസ്താവിച്ചു എന്നുള്ള സങ്കടം തനിക്കുണ്ടായിരുന്നു. അന്ന് രാത്രി, ആ ജനുവരി 25 രാത്രി ജ്യേഷ്ഠൻ തൻ്റെ വീട്ടിൽ അസ്വസ്ഥനായി 12 മണിയായപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇന്ന് വെളുപ്പിനെ 4 മണിക്ക് ഞാൻ തക്ക സമയത്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ എൻ്റെ അനുജൻ തൂക്കുമരത്തിൽ കയറും. താൻ വീടിനോട് യാത്ര പറഞ്ഞു. ഇനിയും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല, ഇനിയും ഞാൻ ഒരിക്കലും ഒരു ജഡ്ജി ആയിരിക്കുകയില്ല. എൻ്റെ വീടിനോടും എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബക്കാരോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ ഇതാ എൻ്റെ സഹോദരനെ രക്ഷിക്കുവാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നേരെ ജയിലിലേക്ക് നടക്കുന്നത് അധികാരികൾ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം അനുജനെ ഒരു നോക്ക് കാണുവാൻ വരുന്ന ജ്യേഷ്ഠ സഹോദരനെ കണ്ടപ്പോൾ ജയിൽ അധികാരികൾ മാറി നിന്നു. സ്വന്തം അനുജനെ കാണുവാൻ 4 മണിക്ക് ആരാച്ചാര് വരുന്നതിന് മുമ്പായി തൻ്റെ സഹോദരനെ കാണാൻ വന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങൾ മാറി നിന്നപ്പോൾ താൻ അവിടെയൊക്കെ കയറി മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ ജയിലിലേക്ക് കയറി. ഞാൻ കോർട്ടിൽ ഒരു ന്യായാധിപനായിരുന്നു, എനിക്ക് നീതി നടത്താനേ കഴിയുള്ളൂ, നിന്നോട് ദയ കാണിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നിന്നോട് ദയ കാണിച്ചില്ല, ഞാൻ നീതിമാനായിരുന്നതുകൊണ്ട് നിനക്ക് സമാധാനം തരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ 4 കാര്യവും തരുവാനാണ് ഞാൻ എൻ്റെ പദവി ഉപേക്ഷിച്ച് എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ രക്ഷിക്കാനായി നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ അനുജനെ മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചതിന് ശേഷം പറഞ്ഞു,
ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നീ ധരിക്കുക. തൻ്റെ സ്വന്തം വസ്ത്രം, വെള്ള വസ്ത്രം ഊരി സഹോദരനെ ധരിപ്പിച്ചു, അവൻ്റെ കവിളിൽ ചുംബിച്ചു. നീ ഇനിയും സമാധാനത്തോടെ പോകണം, ഇനിയും നീ പാപം ചെയ്യരുത്, ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ ജയിലറയിൽ നിന്നും പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ അനുജൻ ഇത്രമാത്രം സ്നേഹമുള്ളവനായിരുന്നോ എന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ഓടി ഓടി പുറകോട്ട് നോക്കി പോകുന്ന ജ്യേഷ്ഠനെ നോക്കുമ്പോൾ താൻ അനുജനിട്ടിരുന്നതായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ക്രിമിനലെ പോലെ നിൽക്കുമ്പോൾ ആരാച്ചാർ വന്ന് കറുത്ത വസ്ത്രം ആ ജഡ്ജിയായ ജ്യേഷ്ഠൻ്റെ തലയിൽ ഇട്ടപ്പോൾ ഒരു അനുസരണമുള്ള കുട്ടിയെപ്പോലെ 2 കൈകളും പുറകിലേക്ക് കെട്ടി കൊലമരത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കൊലമരത്തിൻ്റെ താഴെ നിൽക്കുന്നതായ പലക വലിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൈകൾ ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, അനുജ, നീതിയും സമാധാനവും ദയയും വിശ്വസ്തതയും ഈ കയറിൻ്റെ അറ്റത്ത് ഒന്നിച്ചു ചേർന്ന് എൻ്റെ കഴുത്തിനെ മുറുക്കി ഒന്നാക്കി തീർക്കുന്നു. നീ രക്ഷപ്പെടുവാൻ ഞാനിത് ചെയ്തേ തീരുകയുള്ളൂ. നീ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാനോ നിനക്ക് വേണ്ടി മരിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ കൃപ. ഈ കൃപ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കാൽവറി ക്രൂശിൽ ദൈവം തമ്പുരാൻ ചെയ്തതെന്നുള്ള കാര്യം ഓർക്കണം. ഏദൻ തോട്ടത്തിൽ പാപിയായി വിധിക്കപ്പെട്ടതായ മനുഷ്യനായ ആദാമിനെയും ഹവ്വയെയും രക്ഷിക്കുവാൻ കാലത്തിൻ്റെ തികവിൽ സ്ത്രീയുടെ സന്തതിയായി ദരിദ്രനിൽ ദരിദ്രനായി ലോകത്തിലേക്ക് അവതരിക്കുകയും തന്നെ സ്വർഗത്തിലുള്ള സകല സമ്പത്തും ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ കടം വാങ്ങിയതായ പശുത്തൊഴുത്തിലെ കുട്ടയിൽ ആ പശുത്തൊഴുത്തിൽ കഴുത തിന്നുന്നതായ പുൽ തൊട്ടി കടം വാങ്ങിച്ച് തൻ്റെ അമ്മ തന്നെ കിടത്തി. അതിനുശേഷം തൻ പ്രായമായപ്പോൾ ആദ്യമായ പ്രസംഗത്തിന് വേണ്ടി പള്ളിയിൽ ചെന്നപ്പോൾ തനിക്ക് കയ്യിലൊരു വേദപുസ്തകവും ഇല്ലായിരുന്നു. കടം വാങ്ങിയതായ വേദപുസ്തകം വാങ്ങി വായിച്ച് പള്ളിയിൽ താൻ ഇരുന്നു. താൻ വന്നതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ അറിയിച്ചു. കടം വാങ്ങിയതായ കൊട്ടയിൽ ജനിച്ച് കടം വാങ്ങിയതായ പുസ്തകം വാങ്ങി വായിച്ച് ശിഷ്യന്മാരോടൊപ്പം കടം വാങ്ങിയതായ പടകിൽ നിന്ന് പ്രസംഗിച്ച് കടം വാങ്ങിയ ഉച്ചപ്പൊതി വാങ്ങിച്ച് 5000-ൽ പരം ആൾക്കാരെ പോഷിപ്പിച്ച് കടം വാങ്ങിയതായ കഴുതയുടെ പുറത്ത് സഞ്ചരിച്ച് കടം വാങ്ങിയ മാളിമുറിയിൽ അന്തിമത്താഴം കഴിച്ച് കടം വാങ്ങിയതായ ബറബാസിനെ കൊല്ലാനുള്ളതായ ആ ക്രൂശ് കടം വാങ്ങിച്ച് ക്രൂശിൽ 3 ആണിമേൽ മരിച്ച് കടം വാങ്ങിയതായ അരിമത്തിയിലെ ജോസഫിൻ്റെ തീറാധാര ഭൂമിയിൽ അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയവന് ഒന്ന് അടക്കപ്പെടുവാൻ കടം വാങ്ങിയതായ അരിമത്തിയിലെ ജോസഫിൻ്റെ തീറാധാര ഭൂമി വാങ്ങി കടം വാങ്ങിയതായ കല്ലറയിൽ താൻ അടക്കപ്പെട്ടു. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജാതിക്ക് വേണ്ടി ദയയും വിശ്വസ്തതയും നീതിയും സമാധാനവും ക്രൂശുമരത്തിൽ ഒരുമിച്ച് ചേർത്ത് അവൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുവാൻ ഉള്ളതായ ആ വലിയ പ്രക്രിയ താൻ പൂർത്തിയാക്കി. ഇതിനെയാണ് കൃപയെന്ന് പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃപയുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി വന്ന് മനുഷ്യജാതിക്ക് ദയയും വിശ്വസ്തതയും അതുപോലെ തന്നെ സമാധാനവും അതുപോലെ തന്നെ നീതിയും ഒരുമിച്ച് ചേർത്ത് കൊടുത്ത ഒരു കാര്യമാണ് കൃപ. കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ദൈവ സമാധാനം ലഭിച്ചു എന്നർത്ഥം, എനിക്ക് നിത്യജീവൻ ലഭിച്ചു എന്നർത്ഥം. കൃപ എനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നോട് ദയ തോന്നിയെന്നർത്ഥം, ദൈവത്തിന് എന്നോട് വിശ്വസ്തത തോന്നിയെന്നർത്ഥം, ദൈവം എന്നെ നീതിമാനായി പരിഗണിച്ചു എന്നർത്ഥം. കൃപ എന്നുള്ള വാക്കിൽ 4 കാര്യങ്ങളാണ് അടക്കിയിരിക്കുന്നത്. എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം നമുക്ക് വേണ്ടി നിത്യജീവനെ നൽകി എന്നുള്ളത് 2 അക്ഷരത്തിൽ ചേർക്കുന്നതാണ് കൃപ. ഈ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഏൽപ്പിച്ചത് കർത്താവും ശിഷ്യന്മാരുമായിരുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിണക്കി കൃപ എന്നുള്ള ഒറ്റ വാക്കിൽ, അഥവാ ഗ്രേസ് എന്നുള്ള ഒറ്റ വാക്കിൽ ദൈവം മനുഷ്യജാതിക്ക് നൽകിയ ഏറ്റവും വലിയ ധനമാണ് കൃപയുടെ മഹിമാധനം.
ഇതിനെയാണ് കൃപയുടെ മഹിമാധനം എന്ന് പറയുന്നത്. ഈ കൃപയുടെ മഹിമാധനത്തിൽ വിശ്വസിക്കുന്ന ഏവനും ലഭിക്കുന്നത്, അന്തിമമായി ലഭിക്കുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവൻ ലഭിക്കുവാൻ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ ഉടമ്പടി എന്ന് പറഞ്ഞത് കാൽവറി ക്രൂശിൽ തൻ്റെ ചങ്ക് കീറി രണ്ടായി മാറിയപ്പോൾ പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതാണ് രക്ഷയെന്ന് പറയുന്ന കൃപ. നിത്യജീവൻ ലഭിക്കുവാൻ കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിളർന്ന ചങ്കിലെ ചോര കൊണ്ട് രക്തവും വെള്ളവും വന്നതായ ആ ചങ്കിലെ ചോര കൊണ്ടും വെള്ളം കൊണ്ടും വെള്ളമാകുന്ന വചനം കൊണ്ടും രക്തമാകുന്ന ഹാബലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തം കൊണ്ടും നീ ഒരിക്കലെങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടുത്ത് വന്ന് അബ്ബാ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഈ ഒരു ഉടമ്പടി ചെയ്യുമ്പോഴാണ് കൃപയാൽ നീ രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ കൃപയ്ക്ക് ആവശ്യമായിരിക്കുന്നത് 4 കാര്യമാണ്. 1 ശുദ്ധ ഹൃദയം, 2 നല്ല മനസാക്ഷി, 3 നിർവ്യാജ വിശ്വാസം. ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ രക്ഷപ്പെടത്തുള്ളൂ. ഇത് 3 ഇല്ലാതെ നീ വിശ്വസിച്ചാൽ പ്രയോജനമില്ല. ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ, നിർവ്യാജ വിശ്വാസമുണ്ടെങ്കിൽ നീ ദൈവത്തോട് ഉടമ്പടി ചെയ്യും. വേറെ കൂദാശകൾക്കോ വേറെ ആർക്കും തന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ കഴിയില്ല. കൃപ ലഭിക്കേണ്ടത് കാൽവറി ക്രൂശിൽ മാത്രമാണ്. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് എന്താണ്? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. ഇത് 3 നിനക്കുണ്ടെങ്കിൽ ശുദ്ധഹൃദയത്തെ, നല്ല മനസാക്ഷിയെ, നിർവ്യാജ വിശ്വാസത്തെ പരിശുദ്ധാത്മാവ് സ്നേഹമാക്കി മാറ്റി ക്രിസ്തുവിനോട് ചേർക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്, ഈ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉള്ളവനെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്ത് ദൈവസ്നേഹമായി മാറി ക്രിസ്തുവാകുന്ന ആ വലിയ പാറമേൽ, ആ മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകരും എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മളെ സ്നേഹമാകുന്ന ചാന്ത് കൊണ്ട് ചേർത്ത് ക്രിസ്തുവിൻ്റെ ശരീരമായി പണിയുന്ന ഒരു കല്ലാക്കി മാറ്റുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. ആ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയില്ല. ഉയരത്തിനുള്ളതിനോ ആഴത്തിനുള്ളതിനോ വരുവാനുള്ളതിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ യാതൊന്നിനും ക്രിസ്തയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവം തന്ന കൃപയിൽ നിന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയില്ല എന്നാണ് അർത്ഥം. എന്നാൽ വിശ്വാസമാണ് അതിനെല്ലാം ആധാരമായിരിക്കുന്നത്. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം നേടുന്നത്. വിശ്വാസം 4 തരത്തിലുണ്ട്. 4 തരത്തിലുള്ള വിശ്വാസം കൊണ്ട് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കൃപ ലഭിക്കുകയില്ല. 4 തരത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഓർക്കണം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, അവൻ പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു, യേശു അവരെ വിശ്വസിച്ചില്ലെന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുകയില്ല. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചാൽ എന്തിനാണ് നീ രക്ഷിക്കപ്പെട്ടത്? എനിക്ക് അത്ഭുതം നടന്നു. കർത്താവ് അവനെ വിശ്വസിക്കുകയില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത്. ഇതിനെ ഉപരിപ്ലവമായ വിശ്വാസം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു അത്ഭുതത്തിന് നിന്നെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല. നിനക്ക് ശരീരസൗഖ്യം തന്നുവെങ്കിലും നീ മണ്ണോട് ചേരുന്ന ഒരു ദിവസം വന്നു ചേരും. രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇത് സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് അല്ല, അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല രക്ഷിക്കപ്പെടേണ്ടത്, നിത്യജീവൻ ലഭിക്കേണ്ടതിനാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് നാം ഓർക്കണം. രണ്ടാമത്തേത് സൂപ്പർസ്റ്റീഷ്യസ് ഫെയ്ത്ത് ആണ്, അന്ധവിശ്വാസം. എന്താണ് അന്ധവിശ്വാസം? എല്ലാം സാധ്യമേ എന്ന് പറഞ്ഞ് ആരാധിച്ചാൽ മതി, വിടുതൽ ചാടിക്കോ, കടമുടയും, ചങ്ങലയഴിയും എന്ന് പറഞ്ഞാൽ അത് വെറും അന്ധവിശ്വാസമാണ്. അതിനെ ഞാൻ അന്ധവിശ്വാസം എന്ന് പറയുന്നു. അന്ധവിശ്വാസം കൊണ്ട് ഒരാളിന് ക്രിസ്തുവിനോട് ചേരുവാൻ, നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ വിശ്വാസം ഒന്ന് സൂപ്പർ ഫ്ലൂവസ് ആണ്.
സൂപ്പർഫ്ലൂവസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സെമിനാരിയിൽ പഠിക്കുന്ന വിശ്വാസം. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 10 വരെയുള്ളത് വിശ്വാസയോഗ്യമല്ല. വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടതില്ല. ദാനിയേലിൻ്റെ പുസ്തകം 2 ദാനിയേലന്മാർ എഴുതിയതാണ്. ഏഷ്യാവിൻ്റെ പുസ്തകം 2 ഏഷ്യാമാർ എഴുതിയതാണ്. ഇങ്ങനൊക്കെ പഠിപ്പിക്കുന്ന അവരെ എന്താ വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ സെമിത്തേരിയിലുള്ള അധ്യാപകരെ അവർ ഹോൾഡ് ഓൺ ചെയ്യുന്നത് സൂപ്പർഫ്ലൂവസ് ഫെയ്ത്താണെന്ന് ഞാൻ പറയും. നിങ്ങൾ എഗ്രി ചെയ്താലും എഗ്രി ചെയ്തില്ലെങ്കിലും. എന്നാൽ സുപ്പേണൽ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം. 2 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങളെപ്പോലെ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഈ വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് പൗലോസ് പറയുന്നു, ഈ വിലയേറിയ വിശ്വാസത്തിൻ്റെ പ്രാണനെ വലുതായി ഞാൻ എണ്ണുന്നില്ല. ഈ വിലയേറിയ വിശ്വാസത്തിന് എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഈ വിലയേറിയ വിശ്വാസത്തിന് ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് കൃപ ലഭിക്കുവാനുള്ള വിശ്വാസം. ഈ കൃപ ലഭിക്കുവാനുള്ള വിശ്വാസം നമുക്കില്ല എങ്കിൽ നിത്യജീവൻ ലഭിക്കുകയില്ല. അത്ഭുതങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ബാക്കി പറഞ്ഞ 3 കാറ്റഗറിയിലുള്ളതായ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. എന്താണ് സുപ്പേണൽ ഫെയ്ത്ത്? വിലയേറിയ വിശ്വാസം ലഭിക്കണം. ആ വിലയേറിയ വിശ്വാസം ലഭിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് കൃപയുടെ ധനം. ദൈവത്തിൻ്റെ ട്രഷറിയിലെ 3 തരത്തിലുള്ളതായ ധനമുണ്ട്. 1-ാമത്തെ ധനം നന്മയുടെ ധനമാണ്. ഈ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നസ്, നന്മയുടെ ധനം. പലരും നന്മയുടെ ധനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. നന്മയുടെ ധനം ദൈവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് കൃപയുടെ ധനം ലഭിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല, നന്മയുടെ ധനം എന്ന് മനസ്സിലാക്കണം. നന്മയുടെ ധനം അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുണ്ടാകുന്നതാണ് ഈ ഭൂമിയിലെ ധനം. പെട്രോളിയം, ഇലക്ട്രിസിറ്റി, കൽക്കരി, വിവിധ തരത്തിലുള്ളതായ വസ്തുക്കളെല്ലാം തന്നെ ഫോട്ടോസിന്തസിസ് മൂലം നടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ സൂര്യനാൽ ഉളവാകുന്ന ഫലമാണ്. അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നന്മയുടെ ധനത്തിനു വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. അത് കൃപയുടെ സുവിശേഷത്തിൽപ്പെട്ട കാര്യമല്ല. നന്മ വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിനക്കെന്ത് വേണമെന്നുള്ളത് ദൈവം നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അറിയുന്നുണ്ട്. കൃപയുടെ സുവിശേഷത്തിലുള്ളത് എന്താണ്? കൃപയുടെ മഹിമാധനമാണ്. ഈ കൃപയുടെ മഹിമാധനം കിട്ടുന്നത് എവിടെയാണ്? അത് പള്ളിയിലും കൂദാശയിലും കിട്ടുന്നതല്ല, അത് കാത്തിരിപ്പ് യോഗത്തിൽ കിട്ടുന്നതല്ല. അത് കിട്ടാൻ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലണം. കൃപാസനത്തിൻ്റെ അടുത്ത് തന്നെങ്കിൽ മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. അത് പാട്ടുപാടിയാൽ കിട്ടുന്നതല്ല. ഈ സ്തുതിയും സ്തോത്രവും സൈറൻ വോയിസ് മെറ്റാലിക് സൗണ്ട് കൊണ്ട് പാടുമ്പോൾ തുള്ളുമ്പം കിട്ടുന്നതല്ല. പിന്നെ എപ്പം കിട്ടുന്നതാണ്? അത് കിട്ടുന്നത് തമ്പുരാൻ്റെ മുമ്പിലുള്ള കൃപാസനത്തിൽ മാത്രമാണ്. ഞാൻ വളരെ ചുരുക്കി പറയേണ്ടിയിരിക്കുന്നു. ഈ കൃപയുടെ ധനമാണ് കൃപയുടെ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം. ഈ കൃപയുടെ സുവിശേഷത്തിൽ കൃപ ലഭിക്കാൻ എബ്രായ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യവും എബ്രായ ലേഖനം 10-ാം അധ്യായം 19 വാക്യങ്ങളും എബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളും പ്രിയ ശ്രോതാക്കൾ വീട്ടിലിരുന്ന് വായിക്കണം. വായിക്കാൻ സമയമില്ല, സമയം ലാഭിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കൃപ കിട്ടുവാൻ എവിടെ പോകണം? അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യവും 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളും എബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളും വായിച്ചാൽ കൃപയുടെ ധനം കിട്ടുന്ന സ്ഥലം കാണാൻ പറ്റും. ഈ കൃപ ലഭിച്ച ഭയങ്കര ഭാഗ്യമാണ്. ഈ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. ഈ കൃപ എന്ന് ലഭിക്കണം. കൃപമേൽ കൃപ പ്രാപിക്കണം. കൃപമേൽ കൃപ പ്രാപിക്കുമ്പോൾ നിനക്ക് ദൈവം തരുന്നത് തേജസ്സിന്മേൽ തേജസ്സാണ്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത വീണ്ടെടുപ്പ് വില 7 വീണ്ടെടുപ്പ് വില കൊടുത്തതാണ്. 1,
അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വീണ്ടെടുപ്പ് വില കർത്താവ് നൽകിയതാണ്. അകൃത്യങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് വില കർത്താവ് നൽകിയതാണ്. പാപത്തിൻ്റെ മോചനമെന്ന വീണ്ടെടുപ്പ് വില കർത്താവ് നൽകിയതാണ്. മരണഭീതിയിൽ വസിക്കുന്ന നിനക്ക് മരണഭീതി മാറുവാൻ, മരണമേ നിൻ്റെ വിഷമുള്ളവിടെ, പാതാളമേ നിൻ്റെ വിജയം എവിടെ എന്ന് പറയുവാനുള്ളതായ വീണ്ടെടുപ്പ് വില യേശു കൊടുത്തു കഴിഞ്ഞു. ഇനിയും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടിക്കുവാൻ എന്ത് കൊടുത്തു? വീണ്ടെടുപ്പ് വില നൽകിയതാണ്. ഇനി ഒരു ശാപവുമില്ല. ഇനി ഒരു ശാപമൊരുക്കലിൻ്റെ ആവശ്യം ഇവിടെയില്ല. നിനക്ക് വേണ്ടിയുള്ള സകല ശാപങ്ങളും മാറ്റുവാൻ കാൽവരി ക്രൂശിൽ അതിൻ്റെ വീണ്ടെടുപ്പ് വില നൽകിയത് വെറുതെയല്ല. സ്വന്തം ജീവനെ നൽകി നിന്റെ ശാപം മാറ്റുവാൻ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ വീണ്ടെടുപ്പ് വില നൽകിയതാണ്. മനസ്സിലാക്കൂ, വീണ്ടെടുപ്പ് വില നൽകിയ ഓരോ വ്യക്തിയും അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവൻ സുപ്പേണൽ ഫെയ്ത്ത്, വിലയേറിയ വിശ്വാസം ഉള്ളവനായിരിക്കണം. ഈ വിലയേറിയ വിശ്വാസം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃപയുടെ ധനത്തിൽ വസിക്കാൻ കഴിയുള്ളൂ. ഈ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണ്ടത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം വായിക്കണം. വിശ്വസിക്കുവാൻ മാത്രമല്ല കഷ്ടമനുഭവിക്കാനും വരം നൽകിയിരിക്കുന്നു. അത് പലർക്കും ഇഷ്ടമില്ല. 10 കാര്യങ്ങൾക്ക് വേണ്ടി നീ കൃപയുടെ ധനം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ 10 കാര്യങ്ങൾ നീ കഷ്ടം അനുഭവിക്കണം. 10 കാര്യങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നതിന് മാത്രമേ കൃപയിൽ നിന്ന് വീഴാതിരിക്കാൻ കഴിയുള്ളൂ. കൃപയിൽ നിന്ന് വീഴാതിരിക്കുവാൻ നിനക്ക് വിലയേറിയ വിശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ 10 കാര്യങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. 1, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നീ കഷ്ടം അനുഭവിക്കണം. ഫിലിപ്പിയർ 1:29, അപ്പോസ്തല പ്രവൃത്തി 5:41. 2, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാൻ നീ കഷ്ടം അനുഭവിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ റോമാലേഖനം 8:17 പറയുന്നത്, നിങ്ങൾ അവകാശികളാണോ എങ്കിൽ നിങ്ങൾ തേജസ്കരണം സംഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ശരീരം തേജസ്കരണം സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇന്നത്തെ കുറെ വിദ്വാൻമാർ ഈ കഷ്ടത മാറ്റിയിരിക്കുകയാണ്. കൃപയുണ്ടെങ്കിൽ അവിടെ കഷ്ടതയുണ്ട്. കഷ്ടതയില്ലാതെ കൃപയുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അടുത്തത്, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ ലജ്ജിക്കരുത്. 1 പത്രോസ് 4:16. അടുത്തത്, സുവിശേഷത്തിനായി നീ കഷ്ടം സഹിക്കണം. 2 തിമോത്തി 2:9, 2:3. വിശ്വാസത്തിൻ്റെ പരിശോധന വലുതെന്ന് അറിയേണ്ടതിന് നീയൊക്കെ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കാതെ അഗ്നിശോധനയാകുന്ന കഷ്ടതയിൽ കൂടെ പോകുമ്പോഴാണ് വിലയേറിയ വിശ്വാസം ലഭിക്കുന്നത്. ഈ വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത് 1 പത്രോസ് 4:12. ഇതും വിശ്വാസി അനുഭവിക്കണം, വിശ്വാസത്തിൻ്റെ പരിശോധന. അടുത്തതായിട്ട് 6, നീതി നിമിത്തം കഷ്ടപ്പെടണം. 1 പത്രോസ് 3:14. 7, ദൈവിക പ്രകാരം ഓരോ വ്യക്തിയും കഷ്ടം അനുഭവിക്കണമെന്ന് പത്രോസ് പറയുന്നു. 1 പത്രോസ് 3:17. 8, നന്മ മറ്റുള്ളവർക്ക് ചെയ്യണമെങ്കിൽ നീ കഷ്ടം സഹിക്കണമെന്ന് പത്രോസ് പറയുന്നു. 1 പത്രോസ് 2:20. മനസാക്ഷി നിമിത്തം നീ കഷ്ടം സഹിക്കണം. 1 പത്രോസ് 3:17-18. അടുത്തത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 14:22. ഇങ്ങനെ കൃപയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു സംഗ്രഹം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 1, അവിടെ നന്മയുടെ ധനമില്ല, കൃപയുടെ മഹിമാധനമാണ്. കൃപയുടെ മഹിമാധനം കിട്ടിയവർ 10 കാര്യങ്ങളിൽ കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ കൃപയിൽ നിലനിൽക്കുവാൻ കഴിയുള്ളൂ. 10 കാര്യങ്ങളിൽ കഷ്ടപ്പെടുന്നവർ വീണ്ടെടുപ്പ് വിലയെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് തേജസ്കരണത്തിന് വേണ്ടി മുന്നോട്ട് വരേണ്ടതാണ്.
മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി ഒരൊറ്റ ആപ്പിലൂടെ.